ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ബിന്ദു വിനോദ്. ഇന്ത്യ ലോകത്തിന്റെ നേതൃനിരയിലേക്ക് ഉയർന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. 76ാമത് റിപ്പബ്ലിക് ദിന തലേന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഭരണഘടനയുടെ 75 വർഷങ്ങൾ യുവ റിപ്പബ്ലിക്കിന്റെ സമഗ്ര പുരോഗതിയാൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഇന്ന് ആഗോള സാമ്പത്തിക പ്രവണതകളെ സ്വാധീനിക്കാൻ പാകത്തിലുള്ളതായി വളർന്നു. അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യ നേതൃസ്ഥാനം ഏറ്റെടുത്തു. ഇതിനെല്ലാം ആധാരമായത് നമ്മുടെ ഭരണഘടനയാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. രാജ്യത്തെ കർഷകരുടെ കഠിനാധ്വാനത്തിലൂടെ നമുക്ക് ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലെത്താൻ സാധിച്ചെന്ന് പറഞ്ഞ രാഷ്ട്രപതി വിവിധ മേഖലകളിലെ തൊഴിലാളികളുടെ പരിശ്രമം പകരം വയ്ക്കാനാകാത്തതാണെന്ന് വ്യക്തമാക്കി. രാജ്യം വികസന കുതിപ്പിലാണ്. പാരമ്പര്യവും പൈതൃകവും സംരക്ഷിക്കുന്നതിൽ വലിയ മുന്നേറ്റമാണ് രാജ്യത്ത് നടക്കുന്നത്. മലയാളം അടക്കമുള്ള 11 ക്ലാസിക്കൽ ഭാഷകളിലെ ഗവേഷണം ഇതിന്റെ തെളിവാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അക്രമങ്ങൾ തടയുന്നതിന് പുതിയ ക്രിമിനൽ നിയമങ്ങൾ മുൻഗണന നൽകുന്നതായും ശ്രീമതി മുർമു പറഞ്ഞു. ബഹിരാകാശ ഗവേഷണ രംഗത്തെ മികവ് രാജ്യത്തെ അഭിമാനപൂരിതമാക്കിയതായും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഗോള ഭീഷണിയെ ചെറുക്കാനുള്ള ശ്രമങ്ങളിൽ നമ്മൾ ഓരോരുത്തരും സംഭാവന നൽകണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. The Indian Space Research Organization has been taking giant leaps in space in recent years. This month, the ISRO once again made the nation proud with its successful space docking experiment. India has now become the 4th country in the world to have this capability. 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ നേതൃത്വത്തിൽ നാളെ ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ നടക്കുന്ന വർണ്ണോജ്വലമായ ആഘോഷങ്ങളിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ മുഖ്യാതിഥിയാകും. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യവും സൈനിക ശക്തിയും പ്രകടമാകുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ കര, നാവിക, വ്യോമസേനകൾക്കൊപ്പം പോലീസ്, അർദ്ധസൈനിക വിഭാഗം, NCC കേഡറ്റുകൾ തുടങ്ങിയ സംഘങ്ങൾ അണിനിരക്കും. പരേഡിൽ രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിക്കും. രാജ്യത്തിന്റെ പ്രൌഢമായ പാരമ്പര്യവും സാംസ്കാരിക വൈവിധ്യവും നവീന മുന്നേറ്റങ്ങളും പ്രതിഫലിപ്പിക്കുന്ന നിശ്ചല ദൃശ്യങ്ങൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ ദേശീയ യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കും. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യതലസ്ഥാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കർഷകരും മത്സ്യത്തൊഴിലാളികളും ഉൾപ്പെടെ പ്രത്യേക ക്ഷണിതാക്കളായി 400-ലധികം പേർ പങ്കെടുക്കും. വിശിഷ്ട അതിഥികൾക്ക് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ആതിഥ്യമരുളും. കേരളത്തിൽ നിന്നും വിവിധ മേഖലകളിലെ പ്രഗത്ഭരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേരാണ് ഇത്തവണ ന്യൂഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത്. 2025 പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നു. 31 പേർ പത്മശ്രീ പുരസ്കാരത്തിന് അർഹരായി. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതിയുടെ ഗ്യാലൻട്രി അവാർഡുകൾ പ്രഖ്യാപിച്ചു. 93 സായുധ സേന, കേന്ദ്ര സായുധ പോലീസ് സേന ഉദ്യോഗസ്ഥർക്കാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. ഇതിൽ 11 മരണാനന്തര പുരസ്കാരങ്ങളാണ്. 2 കീർത്തിചക്ര, 14 ശൌര്യചക്ര പുരസ്കാരങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. മേജർ മഞ്ജിത്ത്, നായിക് ദിൽവാർ ഖാൻ എന്നിവരാണ് കീർത്തിചക്രയ്ക്ക് അർഹരായത്. ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്ന് ഗവർണറും മുഖ്യമന്ത്രിയും. വികസിത ഭാരതം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ എല്ലാവരുടെയും അക്ഷീണ പ്രവർത്തനം ഉണ്ടാകണമെന്ന് ഗവർണർ പറഞ്ഞു. നാടിന്റെ നന്മയ്ക്കും ശോഭനമായ ഭാവിക്കുമായി ഒറ്റക്കെട്ടായി നിൽക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞു. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് 942 പേർക്ക് ധീരതയ്ക്കും വിശിഷ്ട സേവനത്തിനുമുള്ള പുരസ്കാരം. പോലീസ്, അഗ്നിശമന സേന, ഹോംഗാർഡ്, സിവിൽ ഡിഫൻസ്, കറക്ഷണൽ സർവീസസ് വിഭാഗങ്ങളിലുള്ളവർക്കാണ് അവാർഡ്. 95 പേർക്കാണ് ധീരതയ്ക്കുള്ള പുരസ്കാരം. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡലിന് കേരളത്തിൽ നിന്നും ADGP P. വിജയൻ അർഹനായി. സ്തുത്യർഹ സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡലിന് സംസ്ഥാനത്ത് നിന്നും 10 പേർ അർഹരായി. സംസ്ഥാനത്ത് റേഷൻ വിതരണക്കാരുടെ സമരം അവസാനിപ്പിച്ചു. ഗോഡൌണിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ വാതിൽപ്പടിയിലെത്തിക്കുന്ന കരാറുകാരുടെ സമരമാണ് ഭക്ഷ്യമന്ത്രി GR അനിലുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഒത്തുതീർപ്പായത്. അതേസമയം തിങ്കളാഴ്ച മുതൽ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല കടയടപ്പ് സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്യാൻസർ ബാധിതർക്ക് കുറഞ്ഞ ചെലവിൽ ചികിത്സ ലഭ്യമാക്കുന്ന നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജില്ലാ ആശുപത്രികളെയും താലൂക്ക് ആശുപത്രികളെയും ക്യാൻസർ സെന്ററുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഗ്രിഡ് സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും ക്യാൻസർ പരിശോധനയ്ക്കുള്ള സ്ക്രീനിംഗ് നടത്തുമെന്ന് മന്ത്രി വീണ ജോർജ്. 30 വയസ്സിന് മുകളിലുള്ളവർ പരിശോധനയ്ക്ക് വിധേയരാകണമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. വയനാട് മാനന്തവാടിയിൽ കടുവയുടെ ആക്രമണത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിൽ പ്രദേശവാസികളുടെ പ്രതിഷേധം തുടരുന്നു. വയനാട് ADM സമരക്കാരുമായി ചർച്ച നടത്തി. കടുവയെ കൊല്ലണമെന്നതാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. വിഷയത്തിൽ നാളെ മുഖ്യ വനപാലകർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന പ്രത്യേക യോഗം ചേരുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ നേരത്തെ അറിയിച്ചിരുന്നു. അതേസമയം കടുവയ്ക്കായുള്ള തിരച്ചിൽ വനം വകുപ്പ് ഊർജിതമാക്കി.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.